ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പച്ചയീന്തപ്പഴ അച്ചാറിടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് പച്ചയീന്തപ്പഴ അച്ചാറിടണേ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ അച്ചാർ പൊടി, ഒരു കുഞ്ഞു കഷ്ണം ശർക്കര, പിന്നെ കുറച്ച് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് നല്ലെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രം ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടി വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടപ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും ഒന്നും അങ്ങനെ കടിക്കണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിത് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് അരിഞ്ഞിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. നല്ലതുപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അച്ചാർ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ചേർത്ത് മുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തന്നെ നമുക്ക് അതിലോട്ട് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അച്ചാർ പൊടിക്ക് പകരം നിങ്ങൾ ഉലുവയും കായവും പൊടിച്ചിട്ടാലും മതി, അച്ചാർ പൊടി ഇല്ലാത്തവരാണെങ്കിൽ. ഇപ്പോൾ അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ഈന്തപ്പഴമുള്ളത് കാരണമാണ് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണേ. വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അച്ച് ശർക്കരയുടെ പകുതി ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ അച്ചാറിലോട്ട്. ഇപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു അച്ച് ശർക്കരയുടെ പകുതി എടുത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിനാഗിരി എടുത്ത് വെച്ച പാത്രത്തിൽ ഒരു പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ശർക്കര ഒന്ന് അലിയാൻ, അതുപോലെ തന്നെ ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കറക്റ്റ് പാകമായിട്ടോ. അപ്പോൾ എണ്ണ തെളിയണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് അച്ചാർ തിളച്ച് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വെളുത്തുള്ളി അച്ചാറാണെന്ന് തോന്നുന്നു നമുക്ക്, പക്ഷേ ഇത് കഴിക്കുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഈന്തപ്പഴം, പച്ച ഈന്തപ്പഴം വാങ്ങിക്കഴിഞ്ഞാൽ ഒരാളും കഴിക്കില്ല കേട്ടോ. ഒരു കറച്ചോയുള്ള കാരണം ഒരാളും കഴിക്കില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ അച്ചാറിടുക ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഈന്തപ്പഴം കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.